Hey traders, this is Junaid. Welcome back another episode of Trade Breakdown. ഇന്നത്തെ ക്വസ്റ്റിനകത്ത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ലാസ്റ്റ് വീക്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിനകത്ത് എടുത്ത ഒരു ട്രേഡിന്റെ HTF ടു LTF അനാലിസിസ് ആണ് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത് യൂറോ USD-നകത്തായിരുന്നു. ഓൾറെഡി ഈ ഒരു സെറ്റപ്പ് ഞാൻ കമ്മ്യൂണിറ്റിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബൈ മോഡൽ ഉണ്ടായിരുന്നു, അറ്റ് ദ സെയിം ടൈം സെൽ മോഡൽ ഉണ്ടായിരുന്നു, ഓൾസോ H1 ബേസിൽ വേറൊരു സെൽ മോഡൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് M30 ബേസിലുള്ള ഒരു ബൈ മോഡലും അറ്റ് ദ സെയിം ടൈം അവിടെ ഉണ്ടായിരുന്ന സെൽ മോഡലും. ഈ സെൽ മോഡൽ എന്തുകൊണ്ട് ഞാൻ ട്രേഡിംഗ് പ്ലാനിൽ ഒരു ഒഴിവാക്കാൻ സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് വെക്കുകയും ആൻഡ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടെ പ്ലേസ് ചെയ്തത് ഒരു ബൈ മോഡലായിരുന്നു. എന്തുകൊണ്ട് ആ സെൽ മോഡൽ അവിടെ എടുക്കേണ്ടെന്നുള്ളതും ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു വീഡിയോനകത്ത് നിങ്ങൾക്ക് വരുന്ന ഡൗട്ട്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓൾസോ എന്റെ സ്റ്റുഡന്റ് ആണ്, എനിക്ക് കമ്മ്യൂട്ടിനകത്ത് വന്നിട്ടും ചോദിക്കാവുന്നതാണ്. ഇതായിരുന്നു നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു സെറ്റപ്പ് ആയിരുന്നു ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. താഴത്തുനിന്നൊരു ബൈ മോഡലും അറ്റ് ദ സെയിം ടൈം ഇതേ സെറ്റപ്പിൽ ഒരു മോഡൽ, ഒരു സെൽ മോഡൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഞങ്ങൾ കമ്പ്യൂട്ടറിനകത്ത് എടുത്തിട്ടുണ്ടായിരുന്നത് ബൈ മോഡലാണ്. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ആ ട്രേഡ് കിട്ടിയിട്ടില്ല. പക്ഷെ കമ്പ്യൂട്ടറിനകത്ത് എന്റെ പിള്ളേർ ആ ട്രേഡ്സ് കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, അവരെടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഓൾമോസ്റ്റ് ഒരുപാട് പേര് ആ ട്രേഡ് എന്ത് ചെയ്തിട്ടുണ്ട്, പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ എന്തുകൊണ്ട് ആ ഒരു ട്രേഡ് എടുത്തു ആൻഡ് ഇതിന്റെ ടോപ്പ് ഡൗൺ അനാലിസിസ് ആണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഇതുപോലെ ട്രേഡിംഗ് റിലേറ്റഡ് ആയുള്ള ഒരുപാട് എഡ്യൂക്കേഷൻ കണ്ടന്റ് നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. ഓൾസോ ഒരു ഫ്രീ ആയിട്ടൊരു SMC കോഴ്സ് ഫ്രം ബേസിക്സ് ടു അഡ്വാൻസ് ലെവലിലെ കാര്യങ്ങൾ എല്ലാം ആ ഒരു SMC കോഴ്സിനകത്ത് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രേഡിംഗ് റിലേറ്റഡ് ആയുള്ള ഓൾമോസ്റ്റ് എല്ലാ കണ്ടന്റും നിങ്ങൾക്ക് ഇവിടെ ഫ്രീ റിസോഴ്സ് ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. യൂറോ USD-നകത്ത് ആ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഹയർ ടൈം ഫ്രെയിം ആയിട്ട് ഞാൻ പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത് H1 മാത്രമായിരുന്നു. വേറെ ഡെയിലി ടൈം ഫ്രെയിമോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് കാര്യങ്ങളൊന്നും ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഡെയിലിയുടെ ഓവറോൾ ഒരു പോയിന്റ് ഓഫ് വ്യൂയും അതുപോലെ വീക്കിലെ ഒരു ഓവറോൾ പിക്ചറും കാര്യങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എല്ലാ ദിവസവും ഞാൻ ഡെയിലി ഒരു മാർക്കറ്റിന്റെ ഒരു ഓവറോൾ പിക്ചർ നോക്കും. എല്ലാ ആഴ്ചയിലും ഞാൻ വീക്കിലി സ്റ്റാർട്ട് ചെയ്യുന്നത് വിത്ത് വീക്ക്ലി ടൈം ഫ്രെയിം എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വീക്കിന്റെ ഒരു ഓവറോൾ ഐഡിയ എനിക്ക് ഉണ്ടായിരുന്നു, എന്താണ് പ്രൈസ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇത്തരം കാര്യങ്ങളെല്ലാം. ആൻഡ് H1 വരുന്ന സമയത്ത് ഇവിടെ ഞാൻ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്ത് H1 ഒരു ഓവറോൾ ഡയറക്ഷൻ നോക്കുമായിരുന്നു. സോ H1 ബേസിൽ നോക്കുന്ന സമയത്ത് ഓവറോൾ മാർക്കറ്റ് H1 ബേസിൽ ഒരു ബിയറിഷ് സെന്റിമെന്റിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഫോർ അസ് നമ്മളെ സംബന്ധിച്ചുള്ള ഇവിടെ മാർക്കറ്റിനകത്ത് പ്രൈസ് ഒരു ലിക്വിഡേഷൻ ഒരു ട്രേഡിംഗ് റേഞ്ച് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിന് വേണ്ടി പ്രൈസിന്റെ ലിക്വിഡിറ്റി ഹണ്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം പ്രൈസ് എന്ത് വന്നിട്ടുണ്ട്, ഒരു ബ്രേക്ക് ആ സ്ട്രക്ചർ മാർക്കറ്റിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ എന്നെ സംബന്ധിച്ചോളം ഈ കാണുന്ന പ്രൈസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിന്റെ ഒരു സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൈസ് പോയിന്റ് ആണ് ഞാൻ കൺസിഡർ ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ആ ചാർട്ടിനകത്ത് കാണുന്ന സമയത്ത് ഡെയിലിന്റെ H1 ബേസിൽ സെൽ മോഡലും ഞാനിവിടെ മാർക്കറ്റ് രണ്ട് പോസിബിലിറ്റീസ് ഉണ്ടായിരുന്നു. ഒന്ന് H1 ബ്രേക്കർ ബ്ലോക്കും അറ്റ് ദ സെയിം ടൈം H1 സപ്ലൈ സോണും. ഇതൊരു എൻട്രി മോഡലായിരുന്നു H1 ബേസിൽ ഈ ഒരു കാണുന്ന സപ്ലൈ സോൺ. സോ ഇവിടെ എനിക്ക് പ്രയോറിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ H1 ആണ് മാർക്കറ്റ് ആ ഒരു ദിവസം ഉണ്ടായിരുന്നത്. ഈ കാണുന്ന ഒരു ഈ കാണുന്ന ഒരു റീജിയനിലായിരുന്നു പ്രൈസ്, ഈ കാണുന്ന ഒരു റീജിയനിലായിരുന്നു പ്രൈസ് എന്തിരുന്ന ആ ഒരു ദിവസം ഉണ്ടായിരുന്നത്. ഈ ജസ്റ്റ് ഈ മാർക്ക് ചെയ്ത ഒരു പോയിന്റിലായിരുന്നു പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് H1 ബേസിലാണ്. പക്ഷേ ഈ ഒരു ഏരിയ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കമ്മ്യൂട്ടിനകത്ത് പോസ്റ്റ് ചെയ്യുന്നത് M30 ബേസിൽ. അപ്പൊ നിങ്ങൾ H1 ബേസിൽ നോക്കുമ്പോൾ ഓവറോൾ മാർക്കറ്റ് ബിയറിഷ് ആണ്. അറ്റ് ദ സെയിം ടൈം ഞാൻ M30 ബേസിൽ എൻട്രി പ്ലാൻ ചെയ്ത ഏരിയ എന്തോ ആയിരുന്നു, ബുള്ളിഷ് ആയിരുന്നു. ഇപ്പൊ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പം M30 ബേസിൽ ട്രേഡ് എടുക്കുമ്പോൾ ഇറ്റ്സ് അഗെയിൻസ്റ്റ് ദ ട്രെൻഡ്, വിച്ച് മീൻസ് ഇറ്റ്സ് കൗണ്ടർ ട്രെൻഡ്. ഓക്കെ, മാർക്കറ്റിനകത്ത് മെയിൻലി രണ്ട് ടൈപ്പ് ഓഫ് ഡയറക്ഷൻസ് ഉള്ളത്. ഒന്നാമത്തെ പ്രോ ട്രെൻഡ്, ഓവറോൾ ഹയർ ടൈംസിന്റെ ഡയറക്ഷൻ എന്താണോ അതിന് പ്രോ ട്രെൻഡ് എന്നും അതിന്റെ എഗെയിൻസ്റ്റ് ട്രേഡ് ചെയ്യുന്നതിന് ഇറ്റ്സ് കോൾഡ് കൗണ്ടർ ട്രെൻഡും. ഓക്കെ, മാർക്കറ്റ് ഫ്രം ഹൈ സ്വിംഗ് ലോ ഇവിടെയാണ് വരുന്നത്. സോ ഇവിടെ മാർക്കറ്റ് ഓവറോൾ നോക്കുമ്പോൾ ബെയറിഷ് ആണ്. ആൻഡ് ഇവിടെ നമ്മളൊരു ബൈ മോഡൽ തിരിച്ച് പ്ലാൻ ചെയ്യുന്നതിന് നമ്മൾ കൗണ്ടർ ട്രെൻഡ് ട്രേഡ്സ് കാര്യങ്ങളെല്ലാം പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മളൊരു പൊതുവേ കൗണ്ടർ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ പ്രോ ട്രെൻഡിൽ ഇപ്പൊ ഒരു 1% റിസ്ക് ചെയ്ത് ഇവിടെ പ്രോ ട്രെൻഡിൽ ട്രേഡ് ചെയ്യുമ്പോൾ അറ്റ് ദ സെയിം ടൈം കൗണ്ടർ ട്രെൻഡിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ 0.5 ഒക്കെ ബേസ് ചെയ്യുള്ള അല്ലെങ്കിൽ 0.5% ഇപ്പൊ കേപ്പിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ട്രേഡ്സ് കാര്യങ്ങളെല്ലാം റിസ്ക് ചെയ്യുള്ളൂ. സോ H1 പ്ലാൻ ഇതാണ്. പ്രൈസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ സെൽ ചെയ്യാം. ഈ ഒരു കാണുന്ന പ്രൈസ് ഈ ഒരു കാണുന്ന സപ്ലൈ സോണിൽ വന്നു കഴിഞ്ഞാലോ ബ്രേക്കറിൽ വന്നു കഴിഞ്ഞാൽ സെൽ ചെയ്യാം. കഴിഞ്ഞ ദിവസം CPI ന്യൂസിന്റെ സമയത്ത് ആ ഒരു മാർക്കറ്റിന്റെ റിയാക്ഷൻ തന്നിരിക്കുന്നതും ഇതേ സെയിം H1 സപ്ലൈ സോണിലാണ്. പക്ഷേ ന്യൂസ് ടൈം ആയതുകൊണ്ട് ഞങ്ങൾ ഇവിടെ എൻട്രീസ് കാര്യങ്ങളൊന്നും ഞാൻ പ്ലേസ് ചെയ്തിട്ടില്ല. ഇനി ബാക്ക് ഞാൻ ഇവിടെ കമ്മ്യൂട്ടിനകത്ത് പോസ്റ്റ് സെറ്റപ്പ് പ്രകാരമാണെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ ഒരു ബൈ മോഡലും സെൽ മോഡലും നോക്കി വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ പറഞ്ഞു H1 ബേസിൽ മാർക്കറ്റ് ബെയറിഷ് ആണ്. ആൻഡ് ഈ M30 ബേസ് ഞാൻ ഇവിടെ എൻട്രി പ്ലാൻ ചെയ്യുന്നതാണ് ഇറ്റ്സ് അഗെയിൻസ്റ്റ് ട്രെൻഡ്, കൗണ്ടർ ട്രെൻഡ്. ഓക്കെ, സോ M30 ബേസ് നോക്കുമ്പോൾ ബുള്ളിഷ് ആണ്. പക്ഷേ എപ്പോഴും ഒരു ഹയർ ടൈം ഫ്രെയിം പെർസ്പെക്റ്റീവിൽ നമുക്ക് എപ്പോഴും മാർക്കറ്റിനകത്ത് എന്താ നല്ലതാണ്. പിന്നെ M30 ബേസിൽ നോക്കുന്ന സമയത്ത് ഇവിടെ പ്രൈസ് ഒരു ലിക്വിഡേഷൻ തന്നിട്ടുണ്ട്, ഒരു മാനിപ്പുലേഷൻ തന്നിട്ടുണ്ട്. then we have breakout structure. ഓക്കെ, നമ്മളെ സംബന്ധിച്ചുള്ള മാർക്കറ്റിനകത്ത് നമുക്കൊരു സ്ട്രോങ്ങസ്റ്റ് ആയുള്ള ഒരു പ്രൈസ് പോയിന്റ് കിട്ടി. അറ്റ് സെയിം ടൈം നമുക്ക് എന്തും വേണം, ഒരു വീക്ക് പ്രൈസ് പോയിന്റും മാർക്കറ്റിനകത്ത് ട്രേഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ
മുകളിലും താഴെയും നമുക്കൊരു ട്രേഡിംഗ് റേഞ്ചസ് കാര്യങ്ങളെല്ലാം പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വൺസ് ഒരു ട്രേഡിംഗ് റേഞ്ച് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്തുള്ള പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യുക ജസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കുക. സോ ഒന്നാമത്തെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് ഉള്ളത് ബ്രേക്കപ്പ് ബ്ലോക്ക് ആണ്. സെക്കൻഡ് POI നമുക്ക് ഇവിടെ ഉള്ളത് എന്താണ് നമ്മുടെ ഡിമാൻഡ് സോൺ. ഓക്കെ, ഈ രണ്ട് ഏരിയാസ് ആണ് എനിക്കൊരു ട്രേഡ് ചെയ്യുന്ന സമയത്ത് എന്തിനകത്ത് ഉണ്ടായിരുന്നത് നമ്മുടെ USനകത്ത് ഉണ്ടായി. ഇവിടെ പ്രശ്നം വെച്ച് ഞാനിപ്പോ എടുത്ത ചാർട്ട് M30 അല്ല, M15 ബേസിലെ ചാർട്ടാണ്. സെയിം M30 വന്നു കഴിഞ്ഞാലും ഇതേ ഒരു പിക്ചർ തന്നെയാണ് അവിടെയും കാണാനായിട്ട്. വേറെ വലിയ ഡിഫറൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. സ്ട്രൈക്കർ നമ്മൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കേണ്ടതുള്ളൂ. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് ബാക്കിയാണ്. ഓക്കെ, M50 സെയിം POI തന്നെയാണ് M30 വരുമ്പോൾ. ഇവിടെ വേറെ വലിയ വ്യത്യാസമൊന്നുമില്ല. ആൻഡ് ലിക്വിഡേഷൻ നടക്കുന്ന ഏരിയാസ് എല്ലാം എന്ത് തന്നെയാണ് കറക്റ്റ് ആണ്. വലിയ ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഒന്നുമില്ല. ഇവിടെ ലിക്വിഡേഷൻ നടന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ തന്നെയാണ്. സെയിലും ഇത് തന്നെയാണ്. വലിയ ഡിഫറൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇവിടെ മാർക്ക് ചെയ്യില്ല. സോ ദിസ് ഇസ് മൈ M30 ബേസ് ഉള്ള ഒരു ചാർട്ട് എന്ന് പറഞ്ഞത്. സോ എന്റെ രണ്ട് പ്ലാൻ ഇവിടെ ഉണ്ടായിരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ പ്ലാൻ താഴത്തു നിന്നും ഒരു ബൈ മോഡല്, അതേപോലെ തന്നെ മുകളിൽ നിന്നും സെൽ മോഡല്. സെല്ലിന്റെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, സെല്ല് കമ്പാരിറ്റീവ്ലി നമ്മൾ ഓൾറെഡി ഇവിടെ ചെയ്യുന്നത് മാർക്കറ്റ് എന്താണ് കൗണ്ടർ ട്രെൻഡ് ആണ്. പ്രൈസ് ഇപ്പോഴും പ്രീമിയത്തിൽ വന്നിട്ടുമില്ല. നമുക്കൊരു സെല്ല് ചെയ്യാൻ. അപ്പൊ ഇവിടുന്ന് ഒരു സെല്ല് നോക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഹൈലി റിസ്കി. ഓക്കെ, ഇനി അങ്ങനെ ഒരു സെല്ല് നോക്കണമെങ്കിൽ ഇവിടെയുള്ള ആകെ ഒരു പോസിബിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏഷ്യന് ശേഷം ഫസ്റ്റ് അവർ ഹൈ ലിക്വിഡേറ്റ് ചെയ്യണം. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഇത് ഏഷ്യൻ സെഷൻ ആണ്. ആൻഡ് എബോ ദ ഏഷ്യയാണ് ഈ ഒരു കാണുന്ന ഏരിയ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. വിച്ച് മീൻസ് ഈ കാണുന്ന ഡിമാൻഡ് സപ്ലൈ ഓർ ബ്രേക്കർ ബ്ലോക്കിൽ വന്ന് സെയിം ഏരിയ സെല്ല് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെ സെല്ല് എനിക്ക് നോക്കണമെങ്കിൽ ഇവിടെ സംഭവിക്കേണ്ട പ്രൈസ് ആക്ഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, ആദ്യം പ്രൈസ് എന്ത് ചെയ്യണം, ഈ ഒരു ഏഷ്യന് ശേഷം ഇതിനെന്തെങ്കിലും പ്രൈസ് മാനിപ്പുലേറ്റ് ചെയ്യണം. എന്നതിന് ശേഷം വേണം പ്രൈസ് എങ്ങോട്ട് വരാൻ, താഴോട്ട് വരാൻ. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും തിരിച്ചു ബൈ ചെയ്യാനും പറ്റും. പക്ഷേ പ്രൈസ് ഫസ്റ്റ് എന്റെ വരുന്നത് ഏഷ്യന്റെ ലോ ലിക്വിഡേറ്റ് ചെയ്തിട്ട് താഴോട്ട് വന്നിട്ടാണ് മുകളിട്ട് പോകുന്നതെങ്കിൽ ഈ സെല്ല് നോക്കുന്നത് എനിക്ക് എന്തല്ല അത്ര പ്രാക്ടിക്കൽ അല്ല. ഓക്കെ, കമ്പാരിറ്റീവ്ലി അത് ഹൈ റിസ്ക് സെറ്റപ്പ് ആയിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇവിടെ ഈ രണ്ട് എൻട്രി പ്ലാൻ ആണ്. ഒന്ന് സെല്ല് ചെയ്യുക. പക്ഷെ ഒന്ന് സെല്ല് ചെയ്യണമെങ്കിൽ ഏഷ്യൻ സെഷൻ പ്രൈസ് അങ്ങോട്ട് വരണം. തിരിച്ചു അപ്സൈഡിലേക്ക് വന്ന് ഏഷ്യന്റെ ലോ എടുക്കാതെ അപ്സൈഡിലേക്ക് ഇറ്റ്സ് കോൾഡ് ജൂഡാ സ്വിംഗ് എന്നൊക്കെ പറയും. അപ്സൈഡിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യണം, നമുക്കൊന്ന് സെല്ല് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് ഡൗൺ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാലും സെല്ല് നോക്കാം, ബൈ നോക്കാം. ഈ രണ്ട് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ പ്രൈസ് സെൽ മോഡൽ വർക്ക് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എന്താ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്, ബൈ മോഡലാണ് പ്ലാൻ ചെയ്തത്. സോ ആസ് എക്സ്പെക്ടഡ് പ്രൈസ് ഇവിടെ വന്നു, അതിന്റെ ഡിമാൻഡ് സോണിലേക്ക് വന്നു. അങ്ങനെ ഈ ഡിമാൻഡ് സോണിന്റെ ഇപ്പൊ നമ്മളിപ്പോ ഒരു കൗണ്ടർ ട്രെൻഡ് ട്രേഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ പ്രോബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ആണ് അതിന് കുറച്ചും കൂടി പ്രോബിലിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ള ക്രൈറ്റീരിയാസ് ആഡ് ചെയ്യുക. വിച്ച് മീൻസ് ഇപ്പൊ എനിക്ക് ഡിമാൻഡ് സോൺ, ഈ ഡിമാൻഡ് സോണിന്റെ ക്രൈറ്റീരിയ ആണ് എനിക്ക് ഇവിടെ വേണ്ട ഒരു കാര്യം ചെയ്യുന്നത്. പ്രൈസ് ഇവിടെ ഒരു കൈൻഡ് ഓഫ് ഡബിൾ ബോട്ടം ഒരു ലിക്വിഡിറ്റി എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൈസ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇവിടെ ഒരു പ്രൈസ് ഒരു ഈക്വലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾസോ ഈ കാണുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ഏഷ്യ എന്ന് പറഞ്ഞ ലിക്വിഡിറ്റി ആണല്ലേ, ഒരു ലിക്വിഡിറ്റി ആയിട്ട് നമ്മൾ ഏഷ്യൻ സെഷൻ എന്ത് ചെയ്യുക പൊതുവേ കൺസിഡർ. അപ്പൊ ഏഷ്യൻ സെഷൻ ഉണ്ട്. എബോ എനിക്ക് ഈ കാണുന്ന ഡിമാൻഡ് സോണിന്റെ എബോ എന്തുണ്ട്, ഒരു ഏഷ്യ ഉണ്ട്. ഓൾസോ എനിക്ക് ഇവിടെ എന്തുണ്ട്, ഒരു ഈക്വലോ ട്രിപ്പിൾ ബോട്ടം അല്ലെങ്കിൽ ഡബിൾ ബോട്ടം പോലുള്ള പ്രൈസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾസോ എനിക്ക് വേണമെങ്കിൽ ടാർജറ്റ് ഇവിടെ എന്ത് വെക്കാം, ഏഷ്യന്റെ ലോ എടുത്തിട്ട് മുകളിട്ട് എനിക്ക് ഏഷ്യന്റെ ഹൈ എന്ത് ചെയ്യാവുന്നതാണ്, ടാർജറ്റ് വെക്കാം. അപ്പൊ ഇത്രയാണ് എന്റെ ഒരു ബൈ മോഡിലെ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. സോ വൺസ് എന്റെ ഹൈ ടൈം ഫ്രെയിം പ്രൈസ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ കാര്യം എനിക്ക് ഇവിടെ കൺഫർമേഷൻ എടുക്കലാണ്. സോ M30 ആയതുകൊണ്ട് എനിക്ക് M3 M5 എന്ത് ചെയ്യാം, കൺഫർമേഷൻ എടുക്കാം. പക്ഷെ കമ്മ്യൂണിറ്റിനകത്ത് ഏറ്റവും കൂടുതൽ പിള്ളേർ കൺഫർമേഷൻ എടുത്തിരിക്കുന്നത് M5 ബേസിലാണ് കൺഫർമേഷൻ. ഐ തിങ്ക് M5 or M30. ലെറ്റ് മീ ചെക്ക്. M3 ബേസിലാണ് ഐ തിങ്ക്, M5 ബേസിലാണ് ഐ തിങ്ക് എല്ലാവരും കൺഫർമേഷൻ എടുത്തിരിക്കുന്നത്. ചേഴ്സിലൊക്കെ ചെയ്യുക. സോ M5 ബേസിലേക്ക് വരുന്ന സമയത്ത് പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ മാർക്കറ്റിനകത്ത് ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് വന്നിട്ടുണ്ട്. ദെൻ വി ഹാവ് MSS മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്, അല്ലെങ്കിൽ നമുക്ക് ചേഞ്ച് ഓഫ് കാറ്റർനോ എന്ത് വേണമെങ്കിലും വിളിക്കാം. ഓക്കെ, അപ്പൊ പ്രൈസ് എനിക്ക് ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പ് വന്നിട്ടുണ്ട്. ദെൻ വി ഹാവ് ബ്രേക്ക് കോസ്റ്റ് സ്ട്രക്ചർ, ഒരു അക്യുമുലേഷൻ മാനിപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ പ്രൈസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വൺസ് എനിക്ക് എന്റെ ഒരു കൺഫർമേഷൻ കിട്ടിയാൽ നെക്സ്റ്റ് എന്റെ പ്ലാൻ എന്താ, എന്റെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് മാർക്ക് ചെയ്യുക. സോ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ബ്രേക്ക് ബ്ലോക്ക് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഈ കാണുന്ന ഡിമാൻഡ് സോണും എന്ത് ചെയ്യാം, നിങ്ങളുടെ POI ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ ഓൾമോസ്റ്റ് കമ്മിറ്റിനകത്ത് എല്ലാവരും ട്രേഡ് ചെയ്തിരിക്കുന്നത് ഈ ഡിമാൻഡ് സോണിനകത്താണ്. സോ എന്റെ എൻട്രി എവിടെ വെക്കാം, എനിക്ക് ഈ ഡിമാൻഡ് ഓപ്പണിംഗിൽ വെക്കാം. SL ബിലോ ദ പ്രൊട്ടക്ടറിലോ വെക്കാം വിത്ത് സം ബ്രീത്തിങ് സ്പേസ്. നിങ്ങൾ എപ്പോഴും നിങ്ങൾ SL വെക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ടൈറ്റ് SL വെക്കുവാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ടൈറ്റ് ആയിട്ട് SL വെക്കുന്ന സമയത്ത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ബ്രോക്കേഴ്സ് എപ്പോഴും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ചില ബ്രോക്കറിന് ചിലപ്പോൾ 1 പിപ്പോ അല്ലെങ്കിൽ 2 പിപ്സ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പ്രെഡ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് SL അടിക്കാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അപ്പൊ ഇങ്ങനത്തെ കേസിൽ നിങ്ങൾ ഒരു ലോ സ്പ്രെഡ് ബ്രോക്കർ ചൂസ് ചെയ്യണം നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യാറ്. നമ്മൾ എപ്പോഴും സെർച്ച് ചെയ്യുന്ന ഒന്നെങ്കിൽ FXTM അല്ലെങ്കിൽ എൽപാരിയോ ആണ്. ഇപ്പൊ ഇന്ത്യൻ യൂസേഴ്സിന് ഇപ്പോൾ എൽപാരിയോ നമ്മൾ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്ന, FXTM ഇപ്പോൾ ഓൺബോർഡ് ചെയ്യുന്നില്ല. ഇപ്പൊ നിങ്ങൾ എൽപാരിൽ ഒരു പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇപ്പൊ യൂറോവേസ്റ്റ് നിങ്ങൾക്ക് 0 സ്പ്രെഡിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ട്രേഡ്സ് കാര്യങ്ങളെല്ലാം എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള ബ്രോക്കറേറ്റ് നിങ്ങൾ ഇപ്പോൾ എക്സ്നെക്സ് ആണെങ്കിലോ അല്ലെങ്കിൽ ഒക്ടാഫിക്സ് ആണെങ്കിലോ
സം മണി ബ്രോക്കേഴ്സ് എല്ലാം കമ്പയർ ചെയ്യുന്ന സമയത്ത് എൽപയറിനകത്ത് യൂറോ യുഎസ്ഡിന്റെ സ്പ്രെഡ് 0 ആണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ ട്രേഡ് ചെയ്യുന്ന ഒരു പെയറാണ് ഗോൾഡ്. ഗോൾഡ് സ്പ്രെഡ് ഒക്കെ ഓൾമോസ്റ്റ് ഓൾ ദ ടൈം നമുക്ക് ലെസ് ദാൻ 1 പിപ്പിന് താഴേക്ക് എന്ത് വരാറുള്ളൂ, സ്പ്രെഡ് വരാറുള്ളൂ. സോ ഇപ്പൊ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന എല്ലാവർക്കും അതിന്റെ അഡ്വാൻറ്റേജ് അക്കൗണ്ട് $100 നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. യൂഷ്വലി നമ്മുടെ ലിങ്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് $100 സ്റ്റാർട്ട് ചെയ്യാം. സാധാരണ കേസിൽ $300 വെച്ചിട്ടാണ് നിങ്ങൾക്ക് അതിന്റെ സീറോ സ്പ്രെഡ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ. പ്ലസ് നിങ്ങളിപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന എല്ലാവർക്കും ഒരു $500 ഡെപ്പോസിറ്റ് ബോണസ്, അപ് ടു $500 ഡെപ്പോസിറ്റ് ബോണസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് ത്രൂ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സീറോ സ്പ്രെഡ് അക്കൗണ്ട് $100 സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് ബാക്ക് ടു നമ്മുടെ ടോപ്പിക്കിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ബിറ്റിംഗ് സ്പേസ് കൂടി എസ് എൽ എവിടെ വെക്കാം, ജസ്റ്റ് ബിലോ ഇറ്റ്. ആൻഡ് എസ് എൽ ടാർജറ്റ് നിങ്ങൾക്ക് എവിടെ വെക്കാം, നിങ്ങളുടെ ഏഷ്യയുടെ ഹൈ ടാർജറ്റ് വെക്കാം. എന്തായാലും ഏഷ്യയുടെ ഹൈ സ്റ്റിൽ അവിടെ ലിക്വിഡിറ്റി ആയിട്ട് കിടക്കുന്നുണ്ട്. നമുക്കത് പ്രൈസ് കളക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി എന്താണ്, ഹൈ ആണ്. സോ ഓൾമോസ്റ്റ് ഇത് പ്രൈസിന്റെ RR 5.82 എന്നൊരു RR വന്നിട്ടുണ്ട്. ഇനി അതല്ല നിങ്ങൾക്ക് ഈ കാണുന്ന പ്രൈസ് ഏതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ടാർജറ്റ്. പക്ഷേ ഏറ്റവും സേഫസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എവിടെ വെക്കാം, ഏഷ്യയുടെ ഹൈയോ അല്ലെങ്കിൽ ലണ്ടന്റെ ഓപ്പണിംഗോ നിങ്ങൾക്ക് എന്ത് വെക്കാവുന്ന, ടാർജറ്റ് വെക്കാവുന്നതാണ്. ലണ്ടന്റെ ഓപ്പണിംഗ് വെച്ച് കഴിഞ്ഞാലും ഡീസെന്റ് ആയിട്ട്, അല്ലെങ്കിൽ ലണ്ടന്റെ ഹൈ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീസെന്റ് ആയിട്ട് 5.42 RR എന്തായാലും നിങ്ങൾക്ക് അച്ചീവ് വരുന്നുണ്ടാവും. നിങ്ങൾക്ക് ഫണ്ടഡ് അക്കൗണ്ട് ട്രേഡ് ചെയ്യാൻ പ്ലാൻ സമയത്ത് അതിന്റെ ഒരു 1% റിസ്ക് ചെയ്താൽ ഓൾറെഡി നിങ്ങൾ 5.42% നിങ്ങൾ എന്ത് ഉണ്ടാവും, ടാർജറ്റ് അച്ചീവ് ആയിട്ടുണ്ടാവും. സോ ഇത്രയുള്ള ട്രേഡിന്റെ ബ്രേക്ക് ഡൗൺ, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ബ്രേക്ക് ഡൗൺ ആണ്. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ICTയുടെ ഒരു എക്സ്ട്രാ കോൺഫ്ലുവൻസ് ആയിട്ടുള്ള ICT ജൂഡാ സ്വിംഗ് ഒക്കെ ആഡ് ചെയ്യാം. ഞാൻ അതിന്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് തന്നെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ICTയുടെ ജൂഡാ സ്വിംഗ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ട്രേഡ് ചെയ്യാം, ഇത്രയും കാര്യങ്ങളെല്ലാം. സോ ഈ ഒരു വീഡിയോനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ വരുമോ, നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ചോദിക്കാവുന്നതാണ്. ഓൾസോ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ കമ്മ്യൂണിറ്റിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ കൊടുക്കാം. നമ്മുടെ അടുത്ത ഓൺലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു നെക്സ്റ്റ് മന്ത് ഫസ്റ്റിൽ തന്നെ നമുക്ക് റെക്കോർഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്, പേഴ്സണൽ മെന്റർഷിപ്പ് ട്രെയിനിങ് അവൈലബിൾ ആണ്. വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ വൺ ഓഫ് ദി സ്റ്റുഡന്റ് പ്രശാന്ത് ബ്രോ ഫണ്ടിംഗ് പിപ്സിന്റെ സെക്കൻഡ് ഫേസും പാസ്സായിട്ടുണ്ട്. കൺഗ്രാജുലേഷൻ ബ്രോ. സോ ഇതുപോലെ നിങ്ങൾക്ക് ഫണ്ടഡ് അക്കൗണ്ട് എല്ലാം കൂളായിട്ട് പാസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫണ്ടഡ് അക്കൗണ്ട് പാസ് ചെയ്യൽ മാത്രമല്ല ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, പാസ്സാകുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും പറ്റും. പക്ഷേ അതിനുശേഷം വിഡ്രോൽ എടുക്കലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിംഗ് ജേർണി ഒരു ബെറ്റർ ആയിട്ട് കൊണ്ടുപോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിറ്റി, ഒരു ഫാമിലിയുടെ ഭാഗത്ത് ആകാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ റെക്കോർഡ് ക്ലാസ് ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. ഇറ്റ് ജസ്റ്റ് 5,999. 2 മാസത്തെ കോഴ്സാണ്. ജസ്റ്റ് 5,999 ഉള്ള കോഴ്സിന്റെ പ്രൈസ് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡിംഗ് കമ്മ്യൂണിറ്റി സപ്പോർട്ടും വീക്കെൻഡ് ബേസിലുള്ള Q&As കാര്യങ്ങളും മെന്റേഴ്സിന്റെ ട്രേഡ് ബ്രേക്ക് ഡൗൺസും കാര്യങ്ങളെല്ലാം, അതുപോലെ ഒരുപാട് എക്സ്ക്ലൂസീവ് കണ്ടന്റ്സും നിങ്ങൾക്ക് അതിന്റെ കൂടെ അവൈലബിൾ ആയിരിക്കും. സോ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരെ സീ യു ദെൻ.